നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നിർണായകമായ ഒരു പ്രക്രിയയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR. ഒരു രാജ്യം നിലകൊള്ളുന്നത് അതിന്റെ പൗരന്മാരിലാണ്. ആ പൗരന്മാർ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിലൂടെയാണ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം എന്ന ജനാധിപത്യ തത്വം വിജയിക്കണമെങ്കിൽ വോട്ടർ പട്ടിക സമ്പൂർണ്ണമായി ശുദ്ധവും പിഴവുകളില്ലാത്തതുമായിരിക്കണം. SIR എന്ന ഈ തീവ്രമായ പ്രക്രിയ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാനും മരിച്ചവരെ നീക്കം ചെയ്യാനും 18 വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്താനും സഹായിക്കുന്നു. ഇത് വോട്ടർ പട്ടികയിലെ വിശ്വസനീയത വർദ്ധിപ്പിക്കുകയും തിരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. എങ്കിലും ഇത്രയും വലിയൊരു ദൗത്യം നടപ്പിലാക്കുമ്പോൾ നിരവധി വെല്ലുവിളികളും ഉയരുന്നുണ്ട്. ഓരോ വോട്ടറും നിർബന്ധമായും ഫോം പൂരിപ്പിച്ച് നൽകേണ്ടി വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഈ വിവരശേഖരണം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഡേറ്റ സ്വകാര്യതയും സുരക്ഷയും എങ്ങനെ ഉറപ്പാക്കും? അർഹതയുള്ള വോട്ടർമാർ പോലും സാങ്കേതിക പിഴവുകൾ കാരണം ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ജനാധിപത്യപരമായ ആവശ്യകതയും ഈ പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ ഭരണകൂടവും പൗരന്മാരും നേരിടുന്ന വെല്ലുവിളികളും എന്തെല്ലാമാണ്? എല്ലാ പ്രേക്ഷകർക്കും ഈവനിംഗ് ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥികൾ പെരിന്തൽമണ്ണ BLO മുഹമ്മദ് ബൈജു PK, അതേപോലെ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ്. ആദ്യം തന്നെ BLO ആയ ശ്രീ മുഹമ്മദ് ബൈജുവിലേക്കാണ് ഞാൻ വരുന്നത്. സർ, എന്തായാലും ഇന്ന് SIR ആരംഭിച്ചിരിക്കുകയാണ്. ഈ SIR വരുമ്പോൾ ജനങ്ങൾ ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ? SIRൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അങ്ങേക്കൊന്ന് വിശദമാക്കാമോ? ഓക്കെ, നമസ്കാരം. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഈ SIR എന്ന നടപടിക്രമം 1954 മുതൽ 2002 വരെ 8 തവണ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ 2002 ശേഷം 21 വർഷമായിട്ട്, അല്ലെങ്കിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ SIR പകരം സംക്ഷിപ്ത വോട്ടർ പുതുക്കൽ അല്ലെങ്കിൽ ക്ലിയറൻസ് എന്ന രീതിയിലാണ് നടന്നു വരുന്നത്. എല്ലാ വർഷവും BLOമാർ എന്ത് ചെയ്യും? മരണപ്പെട്ടവരെ ഒഴിവാക്കുന്നതിനും അതുപോലെ ASD ഫോം നൽകാതെ ആബ്സെന്റീസ്, അതുപോലെ ഷിഫ്റ്റ്, അതുപോലെ മരണപ്പെട്ട ആളുകൾ, ഇവരെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പുതുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളും മരണപ്പെട്ട ആളുകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പലപ്പോഴും നമ്മുടെ ഡെത്ത് റേറ്റിന്റെ ഒരു ആനുപാതികം വെച്ച് നോക്കുമ്പോൾ മുഴുവൻ ആളുകളെ, നമ്മുടെ ഡെത്തിന്റെ എണ്ണം, മരണപ്പെട്ട ആളുകളുടെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ പോലും പലപ്പോഴും മുഴുവൻ ആളുകളെയും ഈ ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം, അതായത് അത് നിയമപരമായിട്ടുള്ള ചില ഇതുകൊണ്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ട്. എന്നാൽ SIR നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ വോട്ടറെ കണ്ടെത്തുകയും അതിന്റെ യഥാർത്ഥ ഒരാൾ പോലും അതിന്റെ പിന്നെ ആപ്തവാക്യം തന്നെ പറയുന്നത് ഒരാൾ, അർഹതപ്പെട്ട ഒരാളും പുറത്തു പോകരുതെന്നും അനർഹരായിട്ടുള്ള ഒരാളും ഈ വോട്ടർ ലിസ്റ്റിൽ കടന്നുകൂടരുതും എന്നുമാണ് ഞങ്ങൾ കൃത്യമായിട്ടും തന്നിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആളുകളിൽ ചില സംശയങ്ങൾ ഉണ്ട്. അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല മേഖലകളിൽ നിന്നും തെറ്റായ വിവരങ്ങൾ ലഭ്യമാക്കിയത് കൊണ്ടും അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്തതിന്റെ ഒരു കാരണം കൊണ്ടും ഒക്കെ പാനിക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം പാനിക്കാകേണ്ട ഒരാവശ്യവും ഈ SIRൽ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ളത്. 2002 ബേസ് ചെയ്തിട്ടാണ് SIR നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മുടെ നിലവിലുള്ള വോട്ടർ ലിസ്റ്റ് 2025 വോട്ടർ പട്ടികയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോട്ടർ പട്ടികയിൽ നിന്നും 2002 ഉൾപ്പെട്ട ആളുകൾ, ഉദാഹരണത്തിന് 2025 നിലവിലുള്ള അവസാന വോട്ടർ പട്ടിക, ഫൈനൽ വോട്ടർ റോള്, അതിൽ ഉൾപ്പെട്ട ആള്, അവര് അത്തരം ആളുകളെ ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, ഇപ്പം നിലവിൽ 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അവരിൽ തന്നെ 2002 ഉള്ള ആളുകൾ. ഓക്കെ, ഇങ്ങനെ ഉള്ളയാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു രേഖയും ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഏകദേശം എന്റെ ബൂത്തിലെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 60% ആളുകൾ ഇത്തരം ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഇവർക്ക് രണ്ടാമതൊരു പവർ കൂടി ഉണ്ട്. അതായത് ഇതിന്റെ നമ്മുടെ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് പ്രോജനി ആഡിങ് ചെയ്യാൻ പറ്റും. പ്രോജനി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കക്ഷിയുടെ, അതായത് നമ്മുടെ ഒരു നിലവിൽ ഒരു എലക്ടർ
2025 ഉൾപ്പെട്ടിട്ടുണ്ട്, 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആള് എന്ത് ചെയ്യണം? ആ ആള് ഓൾറെഡി പിന്നെന്താണ് ഇതിലേക്ക് ഒരു ഡോക്യുമെന്റും ഹാജരാക്കേണ്ടതില്ല. എന്നാൽ അവരുടെ മകനോ മകളോ അതുപോലെ ഗ്രാൻഡ് സണ്ണോ ഗ്രാൻഡ് ഡോട്ടറോ അവരും എന്ത് ചെയ്യണ്ട? ഒരു ഡോക്യുമെന്റും ഹാജരാക്കേണ്ടതില്ല. അപ്പൊ 2002-ലും 2020 ഇപ്പൊ നിലവിൽ 2025 ലിസ്റ്റിലും അവർ തന്നെ 2002-ൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരു രേഖയും യഥാർത്ഥത്തിൽ ഹാജരാക്കേണ്ടതില്ല. പകരം എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇടയ്ക്ക് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ഞാൻ ശ്രീ ഷാബു ഓക്കെ പ്രസാദിലേക്ക് ഒന്ന് പോകുകയാണ്. സാർ, ഇപ്പൊ ഈ ഭരണകൂടത്തിന്, അതായത് BJP കേന്ദ്ര ഭരണകൂടത്തിന് ചില അജണ്ടകളൊക്കെ ഉണ്ടെന്നും തുടർ ഭരണത്തിന് വേണ്ടി BJP നൽകുന്ന ഒന്നാണ് SIR എന്നും ഒരു ആരോപണമൊക്കെ വരുന്നുണ്ട്. അങ്ങ് ഈ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന ആരോപണം എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുമോ? ഇല്ല, ആ ആരോപണത്തിന് ഏറ്റവും നല്ല മറുപടി പറയാൻ പറ്റിയ ആള് ശ്രീ മുഹമ്മദ് ബൈജു തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് SIRന്റെ പ്രോസസ്സ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് BJPയുടെ അജണ്ട കടന്നു വരുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതൊരു ആരോപണം ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് എന്നറിയാനുള്ള കൗതുകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതായത് BJPക്ക് സർക്കാരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണിത് എന്ന് സംശയമെങ്കിലും തോന്നിക്കാവുന്ന എന്തെങ്കിലും ഇപ്പോൾ ശ്രീ മുഹമ്മദ് ബൈജു ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളിലുണ്ടോ? ഇതാണ് ഇതിന്റെ പ്രോസസ്. നോക്കൂ, നമ്മുടെ ഇലക്ട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് 80 കോടിയോളം ഉണ്ട് ഭാരതത്തിന്റെ മുഴുവനും കൂടെ ചേർത്താൽ, രാജ്യം മുഴുവനും 80-90 കോടിയോട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്ര വളരെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹ്യൂജ് ഡേറ്റയാണിത്, ഏറ്റവും വലിയൊരു ഡേറ്റാബേസ് ആണിത്. ഇത് ഇപ്പോഴും തന്നെ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്, മാനുവലായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പേര് ചേർക്കുന്നത്. കാര്യം ഓൺലൈനിലൊക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ അകത്ത് ആ മാനുവലായിട്ട് ചേർക്കുന്നതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഈ മരിച്ചു പോയവർ, സ്ഥലം മാറിപ്പോയവർ, വീട് മാറിപ്പോയവർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ പേര് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പോരായ്മയാണത്, ഒരു പ്രശ്നമാണത്. അങ്ങനെയുള്ള ഈ ഡേറ്റ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. അതൊരു ബേസിക് ആയിട്ടുള്ള ലോജിക്കല്ലേ, അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഏത് ഡേറ്റയും കാലാകാലങ്ങളിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണത്. അതിന് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഭരണഘടന, BJP, ഹിന്ദുത്വം, ഫാസിസം ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. വെറും കോമൺ സെൻസ് മതി എന്ന് മനസ്സിലാക്കാൻ. ഒരു ഡേറ്റ കറക്റ്റ് ചെയ്യേണ്ട ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, നമുക്കറിയാം ഈ രാജ്യത്ത് പുതിയതായിട്ട് നടക്കുന്ന ഏർപ്പാടാണോ ഇത്? 1950 മുതൽ 2002 വരെ എത്ര തവണ നടന്നു? എത്രയോ പ്രാവശ്യം നടന്നു. 2002-ന് ശേഷം നടന്നില്ല. അതൊരു പ്രശ്നമാണ്. അതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് അത്യാവശ്യമല്ലേ? അതിൻ്റെ അകത്ത് ഇപ്പം ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവരൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് BJPയുടെ താല്പര്യങ്ങൾ മാത്രം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഇതിനെ വിമർശിക്കുന്നവരൊന്നും പറയേണ്ട കാര്യമേ ഉള്ളൂ. അത് പറയില്ല. അത് പറയാതെ ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനെ എതിർക്കുന്ന ഇപ്പൊ ഇതിന് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉള്ളത് വളരെ നന്നായി. ഇതിന് വളരെ ക്ലിയർ ആണ്. ഇത് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ പ്രോസസ്സിനെ ഭയപ്പെടുന്നവരാരാണ്? സുതാര്യതയെ ഭയപ്പെടുന്നവരാണ്. അവർക്ക് എന്തോ ഭയപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു 2-3 വർഷം, ഏതാനും വർഷങ്ങൾ മുമ്പാണ് ഇവിടെ റിട്ടയർ ചെയ്ത വളരെ സീനിയർ ആയിട്ടുള്ള ഒരു CRPF ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇവിടെ ഈ കണ്ണൂരെ സെൻസിറ്റീവ് ഏരിയയിലൊക്കെ CRPF ആണ് ഇലക്ഷൻ സമയത്ത് ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ഡ്രസ്സ് മാറിയും പല വേഷത്തിലും വന്ന് അവിടെ വോട്ട് ചെയ്തിട്ടുള്ള ഈ മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേരിൽ
അവിടെ ഇരിക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമില്ല, അവരാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു ക്രൈം നടക്കുന്നു, ഇവർ കാണുകയാണ്, CRPF ഉദ്യോഗസ്ഥർ കാണുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഏജൻസ്, പോളിംഗ് ഉദ്യോഗസ്ഥര്, റിട്ടേണിംഗ് ഓഫീസർ, ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാര്യം അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. അവർ ഇത് അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണടച്ചു വിടുകയാണ്. ഈ CRPF ഉദ്യോഗസ്ഥരിങ്ങനെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും നടക്കുന്ന കാര്യമാണത്. അതേസമയം ആ ലിസ്റ്റിൽ ഈ പറഞ്ഞ പോലെ മരിച്ചവരുടെ പേരില്ല എങ്കിൽ, സ്ഥലം മാറിപ്പോയവരുടെ പേര് ആ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ ഈ കള്ളത്തരം നടക്കില്ലല്ലോ, ഉറപ്പല്ലേ? എന്ത് തന്നെയാണെങ്കിലും, എന്തൊക്കെ കള്ളത്തരം കാണിക്കുകയാണെങ്കിലും ആ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നടക്കില്ലല്ലോ. അപ്പം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുന്നതിൽ, ഈ തീവ്രപരിശോധന നടക്കുന്നതിൽ ഭയപ്പെടുന്നവർ ആരാണ്, അവർക്ക് എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ SIRന്റെ പേരിൽ, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേരിൽ ഏറ്റവും അധികം പഴികേട്ട ഒരു സംഘടനയാണ് BJP. ഇപ്പം ഈ തൃശ്ശൂരെ അടക്കം അവിടെ ഒരു ഫ്ലാറ്റിൽ ഉടമ പോലും അറിയാത്ത ഒരുപാട് പേര്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വന്നു. സത്യത്തിൽ അതൊക്കെ കറക്റ്റ് ചെയ്യപ്പെടണ്ടേ? സത്യത്തിൽ ഇവര് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഒരു ഫ്ലാറ്റിൽ 10-50 പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതായിട്ടുള്ള രേഖകൾ BJP ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഭയപ്പെടേണ്ടത് BJP അല്ലേ? പക്ഷെ BJPക്ക് ആ ഭയമില്ല. BJP ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഇത് ആരാണ്? രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, ശുദ്ധമായ രാഷ്ട്രീയ കാരണം. അതായത് ഇപ്പൊ ബീഹാറിലെ SIRന്റെ കാര്യം പറഞ്ഞു, 67 ലക്ഷം പേര് അവിടുന്ന് പുറത്തായി, ലിസ്റ്റിൽ നിന്ന് പുറത്തായി. അത് മുഴുവനും മുസ്ലിങ്ങളാണ്, BJPക്ക് എതിരെ വോട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഒരു വലിയ നറേറ്റീവ് ബീഹാറിലല്ല, കേരളത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇനിയും അത് പറ്റൊന്നുമല്ല, ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ 6-ാം തീയതി അതിൻ്റെ ആദ്യഘട്ടം, 11-ാം തീയതി 2ാം ഘട്ടം, 14-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ NDA സഖ്യം ജയിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്, ഇവർക്കും അറിയാം. അപ്പോൾ അവർ ജയിക്കുമ്പോൾ ജയിക്കാൻ, ഞങ്ങൾ തോൽക്കാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ള ന്യായീകരണം അഡ്വാൻസ് ആയിട്ട് അവിടെ ഉണ്ടാക്കി വെക്കണം. ഇത് മുഴുവൻ കള്ളമാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ അജണ്ട അല്ല എന്ന് തന്നെയാണ് അങ്ങയുടെ നിരീക്ഷണം. ഞാനൊന്ന് ശ്രീ മുഹമ്മദ് ബൈജുലേക്ക്. സാർ, എനിക്കൊരു വല്ലാത്ത ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, എൻ്റെ വീട് നിലമ്പൂരാണ്. ഞാൻ പോരുമ്പോൾ എൻ്റെ വീട് പൂട്ടിയാണ് പോരുന്നത്. എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. BLOമാർ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ആരുമില്ല, അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ നിരവധി ആളുകളുണ്ട്, പലപ്പോഴും പ്രവാസികളുണ്ട്, അല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഞങ്ങൾക്കൊക്കെ ഇത് വലിയ ആശങ്ക വരേണ്ട ഒരു കാര്യമല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്ന ഇതിൽ ഒരു ക്ലാരിറ്റി കൂടി നൽകേണ്ടതുണ്ട് തോന്നുന്നു. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആസ് എ BLO എന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പൊളിറ്റിക്കൽ പിന്നെ സെനാരിയോ അതിനെ ഒന്നും എനിക്ക് അപ്പുറത്ത് സാറ് പറഞ്ഞത് കൊണ്ട് അല്ല, ആ രൂപത്തിലേക്ക് എനിക്ക് പറ്റില്ല. ഗവൺമെന്റ് എംപ്ലോയി കൂടി ആയതുകൊണ്ട് അതിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്കിതിന്റെ എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് എന്റെ സംശയം. ഇതായിരുന്നു, ഇപ്പൊ എന്റെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു സമയത്താണ് ഒരു BLO വരുന്നതെങ്കിൽ എന്താണ് ചെയ്യുക? അവർ എന്നെ ഫോണിൽ ബന്ധപ്പെടുവോ, അല്ലെങ്കിൽ അവിടെ വേറെ അയൽവാസികളെ ഏൽപ്പിച്ചാൽ മതിയോ? എന്താണ് ചെയ്യേണ്ടത്? അതെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ നൽകിയിട്ടുള്ള നിർദ്ദേശം, നമുക്ക് ലഭ്യമായിട്ടുള്ള ഉത്തരവ് പറയുന്നത്, ഒരു വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടേക്ക് 2 തരത്തിൽ, അതായത് ഈ ഫോം അവരുടെ ജനാല വഴിയോ മറ്റോ അവരിലേക്ക് പിന്നെ നൽകുകയും, ഒപ്പം ഒരു ഫോം, അതായത് ഒപ്പം അതോട് കൂടിയിട്ട് അവർക്കൊരു അറിയിപ്പിന്റെ ഒരു പിന്നെ പ്രിന്റഡ് ഫോം ഉണ്ട്, അത് അവരുടെ വീട്ടിൽ പതിക്കുകയും ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു ഫോം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ BLO വന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വീട് സന്ദർശിച്ചു, നിങ്ങൾക്കുള്ള ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെ നൽകിയിട്ടുണ്ട്. ഈ ഫോം ആയിരിക്കാം എന്ന് തോന്നുന്നു. ഡിക്ലറേഷൻ എന്യൂമറേഷൻ ഫോം എന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, എന്യൂമറേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്യൂമറേഷൻ ഫോം. ഇത് എന്റെ എന്യൂമറേഷൻ ഫോം ആണ്. ഓക്കെ,
ഈ എന്യൂമറേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പ്രീ പ്രിന്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ആ കക്ഷിക്ക് മാത്രമാണ് ഇത് നൽകാൻ പറ്റുക. ഇങ്ങനത്തെ 2 എന്യൂമറേഷൻ ഫോം ആണ് ഒരു വീട്ടിലേക്ക് നൽകുന്നത്. ഒരു വീട്ടിലേക്കല്ല, ഒരു കക്ഷി, ഒരു ഇലക്ടർക്ക് നൽകുന്നത്. ഇതിൽ രണ്ടിലും ഫില്ല് ചെയ്യുകയും ആ ഫില്ല് ചെയ്തതിൽ ഒന്ന് BLO വാങ്ങി കൊണ്ടുപോവുകയും രണ്ടാമത്തേത് അതെന്ത് ചെയ്യുന്നു, BLO സൈൻ ചെയ്തിട്ട് അവർക്ക് റെസിപ്റ്റ് ആയിട്ട് നൽകുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോ സാറ് പറഞ്ഞ രൂപത്തിൽ അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോം അവിടെ നിക്ഷേപിക്കുകയും ഒപ്പം വീട്ടിൽ പതിക്കേണ്ടുന്ന ഒരു ഫോം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് അടഞ്ഞു കിടക്കായിരുന്നു എന്നുള്ളത് അവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആണത്. ഓക്കെ, ഇതന്നെ അവരിലേക്ക് കൂടുതൽ, ഇപ്പോൾ ഒരുപക്ഷെ പല ആളുകളും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് പറയാനുള്ളത്, പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്തുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ എന്യൂമറേഷൻ ഫോം അവരിലേക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതും അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് കരുതിയിട്ട് ഒരാള് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അവരുടെ ഓരോ ആളും എന്ത് ചെയ്യണ്ട, അത് കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടിയിട്ടോ ഒപ്പുവെക്കേണ്ടതില്ല. പകരം ആ വീട്ടിലുള്ള മുതിർന്ന ഒരാള് ഇതിനെല്ലാം കൈപ്പറ്റി ആ ഫോമുകളിൽ ഒപ്പ് ചെയ്ത് തിരിച്ചു തന്നാൽ മതി. അപ്പൊ വിദേശത്തുള്ള ഒരാളുടെ ഭാര്യയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ അവർ ആവശ്യമായ രേഖകൾ നൽകിയാലും മതി എന്നാണ് അങ്ങ് പറഞ്ഞത്. ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ BLOമാർ സഹായിക്കും. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ എന്റെ വോട്ട് കോഴിക്കോടാണ്. എന്റെ വോട്ട് ഞാൻ കോഴിക്കോട് ചേർക്കുന്നത് 2007-ലാണ്. 2007-ലാണ് കോഴിക്കോട് എന്റെ വോട്ട് ചേർക്കുന്നത്. അപ്പോ ഇപ്പൊ ഞങ്ങൾ 4 പേര് വോട്ടർമാരുണ്ട്. ഞാനും എന്റെ ഭാര്യ, എന്റെ 2 മക്കളും. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. 4 കാറ്റഗറി ആയിട്ട് വരും. ഒന്ന് 2002-ലും 2025 ഇപ്പൊ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 2002-ലും ഉൾപ്പെട്ട ആള്. അവരെ സംബന്ധിച്ചിടത്തോളം 2002-ൽ അതേ ബൂത്തിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ബൂത്തുകളിലാണെങ്കിൽ അത് ഏത് ബൂത്തിലായിരുന്നു, അതായത് ഏത് നിയോജക മണ്ഡലത്തിൽ ഏത് ബൂത്തിൽ എത്ര നമ്പർ ആയിരുന്നു എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എന്തുണ്ട്, ലിങ്ക് സഹിതമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും മറ്റും കൃത്യമായി നമ്മൾ നൽകുന്നുണ്ട്. അതിന് പുറമെ BLO BLAമാർ ഇരുന്നു കൊണ്ട് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, വില്ലേജ് തലത്തിൽ പരിശോധിച്ച് അത് കണ്ടെത്തുന്ന ഒരു രീതി ഇതിനു മുമ്പ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം നമ്മൾ ഇപ്പൊ സാറ് സൂചിപ്പിച്ച പോലെ, സാറ് ഇപ്പൊ 2002-ൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കോഴിക്കോടാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോടാണ്, മുമ്പ് എവിടെയായിരുന്നു അതൊന്ന് പറയും സാറ്. പന്തളമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറ് 2002-ൽ പന്തളം നിയോജക മണ്ഡലത്തിൽ ഏത് ബൂത്തിലായിരുന്നോ ആ ബൂത്തിലെ ഇത്ര ക്രമ നമ്പർ ആണ് എന്ന് നിങ്ങൾ നിലവിലുള്ള BLOക്ക് കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ എന്യൂമറേഷൻ ഫോമിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് നിലവിലുള്ള നമ്മുടെ ഡീറ്റെയിൽസ് നൽകുന്ന, അതായത് നിലവിലുള്ള നമ്മുടെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്ന ഈ പാർട്ട്. രണ്ടാമത്തത് ഈ താഴെയായിട്ട് 2 ഭാഗമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് 2002-ൽ നമ്മൾ തന്നെ ആ 2002-ൽ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സാറ് 2002-ൽ ഉണ്ടെങ്കിൽ 2002-ൽ ഏത് ബൂത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ ഏത് ബൂത്തിൽ എത്രാമത്തെ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി സാറ് പിന്നീട് വേറെ ഡോക്യുമെന്റ്സുകൾ ഒന്നും യഥാർത്ഥത്തിൽ ഹാജരാക്കേണ്ടി വരില്ല. രണ്ടാമത്, സാറ് ഒരു പക്ഷേ 2002-ൽ പ്രവാസിയായിരുന്നു. ഓക്കെ, എന്നാൽ 2025-ൽ ഇപ്പോ സാറ് എന്ത് ചെയ്തിട്ടുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പൊ 2002-ൽ സാറ് നാട്ടിലില്ല എങ്കിൽ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സാറിന്റെ അച്ഛൻ 2002-ലെ ഏത് നിയോജക മണ്ഡലത്തിൽ ഏത് ബൂത്തിൽ എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആഡ് പ്രോജനി എന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് അച്ഛനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 തരത്തിലുള്ള പ്രോജനി ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറുണ്ട്, സാറിന്റെ മോനെയും മക്കളെയും, ഞാൻ പറഞ്ഞല്ലേ 2025-ൽ ഉൾപ്പെട്ട ഒരാള് 2002-ലും ആ ആളുണ്ട് എങ്കിൽ ഈ ഇലക്ടറെ സംബന്ധിച്ചിടത്തോളം അവര് സേഫ് ആണ്, അവർക്കൊരു ഡോക്യുമെന്റ്സും ഹാജരാക്കേണ്ടതില്ല. അത് ഇന്ത്യയിൽ ഏത് ബൂത്തിൽ ഉണ്ടായാലും മതി.
നിലവിൽ അത് പിന്നെ കേരളത്തിന്റെ ഇതാണ് നമുക്ക് സോറി, ഇപ്പോ കേരളത്തിൽ. കണ്ടിട്ടുള്ളത്. കേരളത്തിൽ. കേരളത്തിൽ അതെ, ഓക്കെ കേരളത്തിൽ ഓക്കെ ഓക്കെ ഓക്കെ. സംസ്ഥാനത്ത് ഏത് നിയോജക മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും അത് എന്ത് നമ്മൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ. അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരു പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മക്കളെ, ഇപ്പൊ ഉദാഹരണത്തിന് ആ ബൂത്തിൽ തന്നെ ഉള്ള അവരുടെ മക്കളെ അവർക്ക് പറയാം ഇതെന്റെ മകനാണ്, അതുകൊണ്ട് ഈ മകൻ, അതായത് ആഡാസ് പ്രോജനി എന്നൊരു പിന്നെ പ്രൊവിഷൻ നമ്മുടെ VLO ആപ്പിലുണ്ട്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സാറിന്റെ മക്കൾ, ഇപ്പൊ സാറിന്റെ മക്കൾ 3 പേരുണ്ട്. അപ്പൊ ആ 3 പേരും 40 വയസ്സിന് താഴെയാണെങ്കിൽ, അതെന്ന് വെച്ചാൽ 40 വയസ്സിന് താഴെ എന്ന് പറയാൻ കാരണം 40 വയസ്സ് ബേസ് ആക്കാൻ കാരണം 2002 18 വയസ്സ് തികയുന്ന ആളുകൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകളായിരിക്കും. അതേസമയം 40 വയസ്സിന് താഴെയുള്ള ഒരാളും 2002 18 തികഞ്ഞിട്ടുണ്ടാവില്ല. അത്തരം ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, ആഡാസ് പ്രോജനി, അതായത് ഇയാള് എന്റെ മോനാണ്, അല്ലെങ്കിൽ ഇത് എന്റെ മകളാണ്, അല്ലെങ്കിൽ എന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബൂത്തിലെ തന്നെ നമ്മുടെ ഇലക്ടറിലേക്ക് ഇവരെ ആഡ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഒരു ഉദാഹരണത്തിന് സാറുടെ ഒരു വലിയ മോന്, അവന് 45 വയസ്സായിട്ടുണ്ട്, അവൻ എന്തില്ല 2025 എന്നാൽ 2002 ഇല്ല. അവര് പക്ഷെ ആ സമയത്ത് പഠിക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിദേശത്തോ ആയ സമയത്ത് അവന് ആ 2002 ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവനുള്ള ഒരു പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെൽഫ് ആസ് പ്രോജനി. അതായത് നേരത്തെ പറയുന്നത് അച്ഛൻ പറയാണ് ഈ മകൻ എന്റേതാണ്, ഈ മകൾ എന്റേതാണ്, അല്ലെങ്കിൽ ഈ പേരക്കുട്ടി എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിലേക്ക് അവരെ ചേർക്കാം. ഇവിടെ ചെയ്യുന്നത് നേരെ പിന്നെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ അച്ഛൻ 2002 ഇന്ന ബൂത്തിൽ ഇന്ന ക്രമ നമ്പറിൽ, ഇന്ന നിയോജക മണ്ഡലത്തിൽ ഇന്ന ബൂത്തിൽ ഇത്ര ക്രമ നമ്പർ ആയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾ സെൽഫ് ആസ് പ്രോജനി നൽകി കഴിഞ്ഞാൽ, ആ പ്രോജനി സത്യമാണെങ്കിൽ, ഐ മീൻസ് ഇത് എന്ത് ചെയ്യുന്നു, ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് മിസ്മാച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരു രേഖയും ചോദിക്കുന്നില്ല. ഫസ്റ്റ് BLOമാര് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, തിരിച്ചു മേടിക്കുന്ന സമയത്തൊന്നും ഒരു രേഖയും എന്ത് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. പകരം അവർ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊണ്ടുവരികയും അത് EROക്ക് കൈമാറുകയും ചെയ്യുക എന്ന പ്രോസസ്സാണ് BLOമാരോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി അവർ നൽകി തിരിച്ച് എന്ത് ചെയ്യുന്നു, നൽകിയ ലിസ്റ്റ് വെച്ച് എന്ത് ചെയ്യും, കരട് പട്ടിക തയ്യാറാക്കും. അതിൽ ഏതെങ്കിലും തെറ്റായി, ഇപ്പൊ ഉദാഹരണത്തിന് സെൽഫ് ആസ് പ്രൊജനിയിൽ നൽകുന്ന അച്ഛന് പകരം അവിടെ ആരെങ്കിലും എന്തെങ്കിലും മാറിക്കൊണ്ട് മിസ്മാച്ചിങ് വന്നുകൊണ്ട് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരെ ഹിയറിംഗ് നടത്താനുള്ള അധികാരം ആർക്കുണ്ട്, EROക്കുണ്ട്. ERO ആണ് അന്തിമ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതാത് നിയോജക മണ്ഡലത്തിന്റെ പിന്നെ വോട്ടർ ലിസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ടതും, അതുപോലെ ഇവരെ ഹിയറിംഗിന് വിളിക്കേണ്ടതും, അവരുടെ രേഖകൾ പരിശോധിക്കേണ്ടതും, അന്തിമ പട്ടിക തയ്യാറാക്കുന്നതും ഒക്കെയുള്ള ഉത്തരവാദിത്തം EROക്കാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഷാബു സാർ, അങ്ങിലേക്ക് ഞാനൊന്ന് വരികയാണ്. ചിലപ്പോൾ ഈ അർഹതയുള്ള വോട്ടർമാർ പോലും ചില സാങ്കേതിക പിഴവുകൾ കാരണം ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതകളും നമ്മൾ കാണേണ്ടതുണ്ടോ? അല്ല, ഞാൻ എന്തായാലും നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം ഇതിന്റെ കറക്റ്റ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ കൊണ്ടുവന്നു. ഇത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ ഏറ്റവും ഹാർട്ട്ഫുൾ കൺഗ്രാറ്റുലേഷൻസ്, നന്നായി ഇത്. അപ്പം ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ആ പ്രോസസ്സുകളിൽ കൂടെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് സാങ്കേതിക പിഴവ് ഉണ്ടാകാനാണെന്ന സാധ്യത. ഇപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രേഖകൾ പരിശോധിക്കേണ്ടി വരുന്നത് ഒരു പരമാവധി ഒരു 5% താഴെ രേഖകൾ പരിശോധിക്കേണ്ടി തന്നെ വരുന്നുള്ളൂ. ഇപ്പം എനിക്കൊരു ആശങ്കയല്ല, ഞാൻ കരുതിയിരുന്ന എന്താ പറഞ്ഞാൽ എൻ്റെ 2002 എൻ്റെ പേര് ഇവിടെ ഇല്ല, കോഴിക്കോടില്ല. ഞാൻ 2009 ഞാൻ ചേർത്തത്. ഇനിയും ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതുപോലെ എൻ്റെ മക്കള്, കുട്ടികൾ 2 പേരും ഇവിടെ ഇല്ല. മകൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, മോള് കോയമ്പത്തൂർ പഠിക്കുന്നു. അപ്പം ഇനി ഇവരെയൊക്കെ വിളിച്ചു വരുത്തേണ്ടി ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് ഇവർക്ക് കൊടുക്കേണ്ടി, ഇങ്ങനെയൊക്കെയായിരുന്നു സദാ ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ കരുതിയിരുന്നത്. ഇത് എത്രമാത്രം ക്ലിയർ ആണെന്ന്, ഇതിനെക്കാട്ടി കൂടുതൽ ഇതിനൊരു ക്ലാരിറ്റിയും ഒരു ട്രാൻസ്പെറൻസിയും ഈ പ്രോസസ്സിന് വരാനില്ല.
ഇതിൻ്റെ അകത്ത് സാങ്കേതിക പിഴവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫോമാണ്, ഇത് എല്ലാം മാനുവലായിട്ടുള്ള ഫോമാണ്. അത് പിന്നെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ വല്ല ട്രാൻസ്ക്രിപ്ഷൻ എറർ വന്നെങ്കിൽ അല്ലാതെ അതിപ്പം ചിലപ്പോൾ പേരടിക്കുമ്പോൾ സ്പെല്ലിങ് മാറിപ്പോയി, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി, ഇനിഷ്യൽ മാറിപ്പോയി, അങ്ങനെ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. വലിയൊരു ഡേറ്റ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത്, മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റുന്ന സമയത്ത് അങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാം എന്നുള്ളതല്ലാതെ ഒരാളെ ഒഴിവാക്കാൻ കഴിയില്ല. ഇതിന്ന് മനസ്സിലാക്കുന്നത് എന്താ? പരമാവധി അർഹരായിട്ടുള്ള എല്ലാ വോട്ടർമാരെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണല്ലോ ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ മുഹമ്മദ് ബൈജുലേക്ക് ഒന്ന് വരികയാണ്. ഒറ്റ ചോദ്യം. നമുക്കിപ്പോൾ ഒരു വീടാണല്ലോ ഒരു വോട്ട് അവകാശം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ വീടില്ലാത്തവരുണ്ട്, തെരുവിൽ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ SIR വരുമ്പോൾ ഇങ്ങനെയുള്ള വീടില്ലാത്ത ആളുകളൊക്കെ പുറത്താക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ? അല്ല, നിലവില് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീട് എന്ന ഒരു പ്രയോഗം, അതായത് ഇവരുടെ വീട്ടു നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഒപ്പം സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ 3 കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ആളുകളുണ്ടല്ലോ, അവരെ സ്വാഭാവികമായിട്ടും അവരെയും കൂടി നമ്മൾ ഇതിൽ ചർച്ചയിൽ വരേണ്ടതുണ്ട്. കാരണം പലപ്പോഴും കുറെ ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ട മരുമക്കളായിട്ടുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ ഇവരെ കണ്ടെത്തുന്നതിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവര് ഒരിക്കലും എന്തില്ല പ്രോജനി മാപ്പിങ്ങിൽ അച്ഛനിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഭർത്താവിലേക്കോ, ഭർത്താവിന്റെ അച്ഛനിലേക്കോ അമ്മയിലേക്കോ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ മാപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊ നിലവിൽ കുറച്ചൊരു വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം അതാണ്. ഇവര് പലപ്പോഴും എന്റെ ബൂത്തിലുള്ള ഏകദേശം ഒരു 20% ആളുകളാണ് ഈ 2 തരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്നത്. ചിലപ്പോൾ പലപ്പോഴും 2002 ലിസ്റ്റ് എവിടെയാണെന്ന് ചിലപ്പോൾ ആ സമയത്തായിട്ട് അവർ ഇവിടുന്ന് ബൂത്ത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ നിലവിൽ ഈ എന്റെ ബൂത്തിലുള്ള ആള് ഒരു പക്ഷെ അവര് 2002 അവരുടെ അച്ഛൻ എവിടെയായിരുന്നോ എന്നതാണ് കണ്ടെത്തേണ്ടത്. അത് പലപ്പോഴും പല ആളുകളിലേക്കും എത്രമാത്രം നമ്മൾ IEC ആക്ടിവിറ്റീസ് നൽകി കഴിഞ്ഞാലും പലപ്പോഴും ഇത് അവരിലേക്ക് എത്തുമ്പോൾ അവര് എന്ത് ചെയ്യില്ല, ഇപ്പോൾ എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ പാനിക്കാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള IEC ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്, അതായത് ഇവരിലേക്ക് വിവരം നൽകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട അത് അത്യാവശ്യമാണ്. അപ്പോ ഇവിടെ തന്നെ എന്റെ ബൂത്തിൽ തന്നെ ഏകദേശം 100 മുതൽ 150 വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീകളാണ്. അപ്പോ ഇവര് ഒരിക്കലും ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2002 ലിസ്റ്റിൽ പലപ്പോഴും കാണാൻ കഴിയില്ല. അപ്പൊ ഇവർ 2002 ഒരു പക്ഷേ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്, നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ സാറിപ്പോ കോഴിക്കോടാണെങ്കിൽ അവര് അന്ന് ചിലപ്പോ പന്തളത്തായിരുന്നല്ലോ, അവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ 2002 എവിടെയായിരുന്നു എന്ന് കണ്ടെത്തേണ്ടുന്ന ഒരു പ്രോസസ് അത് നടപ്പിലാക്കി, അതും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ അവരും സേഫ് ആണ്. പിന്നീട് ഈ 2002 2002 SIR ആണ് ഇതിന്റെ ബേസ്. അതിൽ ഉൾപ്പെട്ടോ ഉൾപ്പെട്ടില്ലേ എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ഉൾപ്പെടാത്ത ഒരാൾ 2025 ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഹിയറിംഗിന് വിളിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട രേഖകൾ, അതാണ് നേരത്തെ പറഞ്ഞിരുന്ന 11 രേഖകൾ. അതിലേക്ക് സുപ്രീം കോടതി വിധി പ്രകാരം ആധാർ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ആശങ്കയും മറ്റു പ്രശ്നങ്ങളും അത് യഥാർത്ഥത്തിൽ ദൂരീകരിക്കപ്പെട്ടു എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൽ തന്നെ 3 തരം കാറ്റഗറിയാണ്. ഉദാഹരണത്തിന് 1987 മുമ്പ് ജനിച്ച, 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ഒരാളാണെങ്കിൽ ആ ആൾക്ക് SIR 2002 2025 ലിസ്റ്റിലുണ്ട്, എന്നാൽ 2002 ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവര് ഹാജരാക്കേണ്ടത് താഴെ കൊടുക്കുന്ന നേരത്തെ പറഞ്ഞ 12 പട്ടികയിൽ നിന്ന് 12 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അവരെന്ത് ചെയ്യണം, ഹാജരാക്കേണ്ടതുണ്ട് ഹിയറിങ്ങിനും. 1987 2004 അതായത് 2/12/2024 എന്ന് വെച്ചാൽ ഡിസംബർ 2 വെച്ചിട്ടുള്ള ആ കാറ്റഗറി, ആ ഡേറ്റിൽ ബർത്ത് ഡേറ്റ് വന്ന എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ആള്, അയാളുടെ വൺ ഓഫ് ദ ഡോക്യുമെന്റും ഒപ്പം വൺ ഓഫ് ദ പാരന്റ്, അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ രേഖ കൂടി എന്ത് ചെയ്യണം, ഹാജരാക്കേണ്ടതുണ്ട്.
അതുപോലെ തീർച്ചയായും 2024 ശേഷം, കാരണം ലാസ്റ്റ് പിന്നെ SIR നടപ്പിലാക്കിയത് 2002, 2004 ഉം. കാലഘട്ടത്തിലാണ്. അപ്പൊ 2004 ശേഷം, അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2/12/2004 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അത്തരം ആളുകൾ ഈ 2002 SIRമായി ലിങ്ക് ചെയ്യാൻ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തമ്മയോ പിന്നെ എന്താ പറയാ അമ്മൂമ്മയോ ഇല്ല എങ്കിൽ, അതായത് പിന്നെ അവരുടെ സണ്ണോ ഗ്രാൻഡ് സണ്ണോ ഡോട്ടറോ ഗ്രാൻഡ് ഡോട്ടറോ ആയിട്ടും അവരിലേക്ക് ലിങ്ക് ചെയ്യപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അത്തരം കക്ഷികളും ആ പ്രായത്തിൽ 2004 ശേഷം ജനിച്ച ഈ കക്ഷികളും അവർ ഹാജരാക്കേണ്ടത്, ഒന്ന് അവരുടെ ഡോക്യുമെന്റ്, വൺ ഓഫ് ദ ഡോക്യുമെന്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവാം, പിന്നെ നേരത്തെ പറഞ്ഞ ആ 12 രേഖകളിൽ ഒന്നാവാം, ഒപ്പം അവരുടെ അച്ഛന്റെയും അമ്മയുടെയും രേഖ കൂടി എന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഹാജരാക്കേണ്ടതുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു കാര്യമായതുകൊണ്ടാണ് കുറച്ചും കൂടി സമയം പോയത്. ഒത്തിരി സമയമൊന്നും എൻ്റെ കയ്യിലില്ല. ഇനി ഷാബു സാറിലേക്കായിരുന്നു റൗണ്ട് വരേണ്ടത്. ഞാൻ ക്ഷമയോഗ്യമാണ്, വരാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ജനാധിപത്യപരമായ ആവശ്യകതയും ഈ പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ ഭരണകൂടവും പൗരന്മാരും നേരിടുന്ന വെല്ലുവിളികളും നിരവധിയായിരിക്കാം. പക്ഷേ SIR എന്നുള്ളത് വരിക തന്നെ വേണം, ഒരു ശുദ്ധീകരണം നടക്കുകയും വേണം. എന്തായാലും SIRന് എതിര് നിൽക്കുന്നവരുടെ കൂടെ കൂടി നമ്മളുടെ വോട്ടവകാശം കളയാതിരിക്കുക. ഈവനിംഗ് ചർച്ച പൂർണ്ണമാകുന്നു. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.